ഹലോ മക്കൾസ്, നമ്മൾ ഇന്നിവിടെ ഒരു പുതിയ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പുതിയൊരു സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് 4th സെമസ്റ്ററിലെ കോർ പേപ്പറായിട്ടുള്ള അഡ്വാൻസ്ഡ് ഫങ്ഷണൽ അനാലിസിസ് എന്ന പേപ്പറാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്പെക്ട്രൽ തിയറി കൺസെപ്റ്റുകളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. ഓക്കെ, ഫങ്ഷണൽ അനാലിസിസ് എന്നുള്ള ഒരു സബ്ജക്റ്റ് നമുക്ക് 3rd സെമസ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നു. സോ ഈ പേപ്പറിൻ്റെ പേര് അഡ്വാൻസ്ഡ് ഫങ്ഷണൽ അനാലിസിസ് എന്നത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. ഇത് ഫങ്ഷണൽ അനാലിസിസിൻ്റെ നേർബാക്കിയായിട്ടാണ് വരുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോസിലൊക്കെ കൂടുതലായിട്ടും കേൾക്കാൻ സാധ്യത ഉള്ളതാണ് കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഓർ അഡ്വാൻസ്ഡ് അനാലിസിസിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ. സോ അത് തികച്ചും സ്വാഭാവികം മാത്രം. ഓക്കെ, അത് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. ആവശ്യാനുസരണം നമ്മൾ 3rd സെമസ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ ഈ വീഡിയോസിലും ഒന്നും കൂടെ പറയാൻ ശ്രമിക്കാം കേട്ടോ. 3rd സെമസ്റ്ററിൽ ഫങ്ഷണൽ അനാലിസിസ് നിർത്തിയെടുത്ത് നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്തായിരുന്നു അത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഞാൻ തന്നെ പറയാം. ദാറ്റ് ഈസ് ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റർ. ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എ ഓപ്പറേറ്റർ ഫ്രം എ ലീനിയർ സ്പേസ് ടു അനദർ ലീനിയർ സ്പേസ്, എ ഫ്രം എക്സ് ടു എക്സ്. ഇത് ഇൻവെർട്ടിബിൾ ആണെന്ന് പറയണമെങ്കിൽ അവിടെ മറ്റൊരു ഓപ്പറേറ്റർ ഉണ്ടായിരിക്കണം, ബി, സച്ച് ദാറ്റ് എ ബി ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. ദാറ്റ് ഈസ് എ ബി ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ കിട്ടുമെങ്കിൽ എ ഈസ് ഇൻവെർട്ടിബിൾ എന്ന് പറയാം. മാത്രമല്ല എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലേ. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത് ഇതാണ്: നോം ഓഫ് എ ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഐ മൈനസ് എ, ദാറ്റ് ഈസ് ഐ മൈനസ് എ എന്നത് ഇൻവെർട്ടിബിൾ ആണ്. അതായത് ഇതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ നോം ലെസ് ദാൻ 1 ആവുകയാണെങ്കിൽ ഓപ്പറേറ്റർ ഐ മൈനസ് എ എന്നത് ഇൻവെർട്ടിബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ 3rd സെമസ്റ്ററിൽ കണ്ട കാര്യമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്ന പോയിന്റ് ഇതാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ബനാക് ഓപ്പൺ മാപ്പിംഗ് തിയറം. ബനാക് ഓപ്പൺ മാപ്പിംഗ് തിയറം പറഞ്ഞാൽ എന്തായിരുന്നു? ബനാക് ഓപ്പൺ മാപ്പിംഗ് തിയറം എന്താണെന്ന് വെച്ചാൽ എ എന്നത് ഫ്രം എക്സ് ടു എക്സ് ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ തിയറം അതായിരുന്നു കേർണൽ ഓഫ് എ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. കേർണൽ ഓഫ് എ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് കേർണൽ ഓഫ് എ 0 എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് എ എന്നത് എന്താവുക? എക്സ് തന്നെ ആവുക. അഥവാ ആ സ്പേസ് തന്നെ ആവുകയാണെങ്കിൽ ഒന്നുമില്ല. അതായത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ കേർണൽ ഓഫ് എ ഇസ് ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, മാത്രമല്ല അത് ബൗണ്ടഡും ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ പറഞ്ഞ 2 പോയിൻറ്റ്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓർക്കുക, ഇതൊന്നും നമ്മൾ പുതുതായി പഠിച്ച കാര്യമല്ല, 3rd സെമസ്റ്ററിൽ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. ഇതിവിടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇതുവരെ നമ്മൾ 3rd സെമസ്റ്റർ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. 4th ഇതുവരെ എത്തിയിട്ടില്ലല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് റെഗുലർ പോയിന്റ്. എന്താണ് റെഗുലർ പോയിന്റ്? ഒരു റെഗുലർ പോയിന്റിനെ എപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റിനെ എപ്പോഴാണ് റെഗുലർ പോയിന്റ് എന്ന് വിളിക്കാൻ നോക്കാം. എ കോംപ്ലക്സ് നമ്പർ ലാംഡ ഈസ് കോൾഡ് എ
regular point of A belongs to bounded linear operator, that is L of x. From x to x, if and only if A minus lambda I inverse is exist from x to x and bounded. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ ലാംഡനെ റെഗുലർ പോയിന്റ് എന്ന് വിളിക്കണമെങ്കിൽ എക്സിൽ നിന്നും എക്സിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ എ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ലാംഡായി എന്ന ഓപ്പറേറ്ററിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. മാത്രമല്ല അത് ബൗണ്ടഡും കൂടി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലാംഡ ഈസ് എ റെഗുലർ പോയിന്റ്. ഓക്കെ, അപ്പോൾ എന്താണ് റെഗുലർ പോയിന്റ് എന്ന് ക്ലിയർ ആയല്ലോ? ഒന്നുമില്ല, ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ എ ഉണ്ട്, ദെൻ എ മൈനസ് ലാംഡ ഐ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക, ആൻഡ് അത് ബൗണ്ടഡും കൂടി ആണെങ്കിൽ ലാംഡനെ നമുക്ക് റെഗുലർ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ് സ്പെക്ട്രം പോയിന്റ് എന്നാണ്. ഇഫ് ലാംഡ ഈസ് നോട്ട് റെഗുലർ പോയിന്റ് ദെൻ ഇറ്റ് വിൽ called spectrum point. ലാംഡ റെഗുലർ പോയിന്റ് അല്ല എന്ന് പറഞ്ഞാൽ എ മൈനസ് ലാംഡ ഐൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലാംഡ റെഗുലർ പോയിന്റ് അല്ല. സോ ലാംഡ റെഗുലർ പോയിന്റ് അല്ലെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി കോൾഡ് സ്പെക്ട്രം പോയിന്റ്. ഓക്കെ, ഇത്തരത്തിലുള്ള സ്പെക്ട്രം പോയിന്റ്സിൻ്റെ കളക്ഷനെ പറയുന്ന പേരാണ് സ്പെക്ട്രം. അതായത് റെഗുലർ പോയിന്റ് അല്ലെങ്കിൽ അതിന് സ്പെക്ട്രം പോയിന്റ് എന്ന് പറയും. അങ്ങനെയുള്ള എല്ലാ സ്പെക്ട്രം പോയിന്റ് കളക്ഷനെ പറയുന്ന പേരാണെന്ത്? സ്പെക്ട്രം. ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഓൾ സ്പെക്ട്രം പോയിന്റ്സ് ഓഫ് എ ഈസ് കോൾഡ് സ്പെക്ട്രം ഓഫ് എ, വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ സിഗ്മ ഓഫ് എ. റെഗുലർ പോയിന്റ്സ് അല്ലാത്ത പോയിന്റ്സിനെ പറയുന്ന പേരാണ് സ്പെക്ട്രം പോയിന്റ്സ്, ആൻഡ് സ്പെക്ട്രം പോയിന്റ്സിൻ്റെ കളക്ഷനെ പറയുന്ന പേരാണ് സ്പെക്ട്രം, ആൻഡ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ സിഗ്മ ഓഫ് എ. ഓക്കെ, അപ്പോൾ എന്താണ് സ്പെക്ട്രം എന്ന് ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പെക്ട്രം ആണ്. നോക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പെക്ട്രം. നമുക്കിവിടെ 3 തരത്തിലുള്ള സ്പെക്ട്രമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ പോയിന്റ് സ്പെക്ട്രം, ആൻഡ് സെക്കൻഡ് കണ്ടിന്യൂസ് സ്പെക്ട്രം, മൂന്നാമത്തേത് റെസിഡ്വൽ സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പെക്ട്രത്തിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? പോയിന്റ് സ്പെക്ട്രം. ദ പോയിന്റ് സ്പെക്ട്രം NP of A is the set of all eigenvalues of the operator A. നമ്മൾ പറഞ്ഞു സിഗ്മ ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ആൾ സ്പെക്ട്രം പോയിന്റ്സ് ഓർ സ്പെക്ട്ര ആയിരുന്നു അല്ലേ? അതായത് സ്പെക്ട്രത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? സിഗ്മ ഓഫ് എ എന്നാണ്. എന്നാൽ ഇവിടെ പോയിന്റ് സ്പെക്ട്രത്തിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ദാറ്റ് ഈസ് NP of A is the set of all eigenvalues of the operator A. That means there exists a lambda such that AX is equal to lambda X. ഇങ്ങനെ കിട്ടുമ്പോൾ ഇവിടെയുള്ള ലാംഡനെയാണ് നമ്മൾ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞിരുന്നത്. സോ ഇത്തരത്തിലുള്ള ഐഗൺ വാല്യൂസിൻ്റെ കളക്ഷനെയാണ് പോയിന്റ് സ്പെക്ട്രം എന്ന് പറയാം. ഓക്കെ, അതായത് സിഗ്മ പിയിലുള്ള എല്ലാ എലമെൻസും ലാംഡകളായിരിക്കും. സച്ച് ദാറ്റ് അതെങ്ങനെയായിരിക്കും? AX is equal to lambda x എന്ന ഫോമിലായിരിക്കും. ഓക്കെ, ഇവിടെ AX is equal to lambda x എപ്പോഴാണ് കിട്ടുക? കേർണൽ ഓഫ് A മൈനസ് ലാംഡ is not equal to 0 ആകുമ്പോഴാണ്. അതായത് കേർണൽ ഓഫ് A മൈനസ് ലാംഡ I നോട്ട് ഈക്വൽ ടു 0. ഇങ്ങനെ ആകുമ്പോഴാണ് AX is equal to ലാംഡ എക്സ് എന്ന് കിട്ടുക. ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ പോയിന്റ് സ്പെക്ട്രം എത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നിന്നും കിട്ടിയ ഒരു റിസൾട്ടാണ് പറയാൻ പോകുന്നത്. റിസൾട്ട് ഇതാണ്: ഇഫ് കേർണൽ ഓഫ് A മൈനസ് ലാംഡ I is equal to 0, then lambda is regular point.
ദാറ്റ് ഈസ് കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡ ഒരു റെഗുലർ പോയിന്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, എന്തായിരുന്നു റെഗുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ? എ മൈനസ് ലാംഡ ഐ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ലാംഡ ഒരു റെഗുലർ പോയിന്റ് ആണെന്ന് പറയാം. അപ്പോൾ ഈ പോയിന്റ് ക്ലിയർ ആയില്ലേ? ഇതുവരെ പറഞ്ഞത് എന്താണ്? ഇതാണ്. ഓക്കെ, അപ്പോൾ കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡ ഒരു റെഗുലർ പോയിന്റ് ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് എ മൈനസ് ലാംഡ ഐ ഇൻവേർട്ടിബിൾ ആണെന്നും അല്ലെങ്കിൽ എ മൈനസ് ലാംഡ ഐക്ക് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അത് ബൗണ്ടഡ് ആണെന്നും പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ പ്രൂഫ് നോക്കല്ലേ? പ്രൂഫ് എന്താണ് റിസൾട്ട് എന്ന് മനസ്സിലായല്ലോ. സപ്പോസ് ദാറ്റ് കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ is equal to 0, where a minus lambda I is defined from x to x. Then നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ലാംഡ ഒരു റെഗുലർ പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നോക്കുക, ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എ മൈനസ് ലാംഡ ഐ എന്നതൊരു 1 ആണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്നത് ആ സ്പേസ് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ എ മൈനസ് ലാംഡ ഐ എന്നുള്ളത് ഫ്രം എക്സ് ടു എക്സ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്നുള്ളത് എക്സ് തന്നെയാണെന്ന് പറയാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ആവശ്യം എന്നത്. ദാറ്റ് ഈസ് ബനാക് ഓപ്പൺ മാപ്പിംഗ് തിയറം. എന്തായിരുന്നു അത്? കേർണൽ ഓഫ് എ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അഥവാ ഇമേജ് ഓഫ് എ എക്സ് തന്നെ ആയി വരികയാണെങ്കിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, മാത്രമല്ല അത് ബൗണ്ടഡും ആയിരിക്കും. ഓക്കെ, ഇതാണ് ബനാക് ഓപ്പൺ മാപ്പിംഗ് തിയറം. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? ബൈ ബനാക് ഓപ്പൺ മാപ്പിംഗ് തിയറം വി ഗെറ്റ് ഇവിടെ എ മൈനസ് ലാംഡ ഐൻ്റെ ഇമേജ് എക്സ് ആയതുകൊണ്ട് തന്നെ എ മൈനസ് ലാംഡ ഐൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ മൈനസ് ലാംഡ ഐൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. മാത്രമല്ല അത് ബൗണ്ടഡും ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? എ മൈനസ് ലാംഡ ഐൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും അത് ബൗണ്ടഡും ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ ഓഫ് റെഗുലർ പോയിന്റ് ലാംഡ ഒരു റെഗുലർ പോയിന്റ് ആണെന്ന് പറയാം. അതായത് റെഗുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ മൈനസ് ലാംഡൈൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം, അത് ബൗണ്ടഡ് ആണെങ്കിൽ ഇതിലുള്ള ഈ ലാംഡയെ നമുക്ക് എന്ത് പറയാം? റെഗുലർ പോയിന്റ് എന്ന് പറയാം. സോ അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ. എ മൈനസ് ലാംഡ എന്നുള്ളത് ഒരു അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും അത് ബൗണ്ടഡും ആണ്. സോ നമുക്ക് എന്ത് പറയാം? ലാംഡ എന്നുള്ളത് ഒരു റെഗുലർ പോയിന്റ് ആണെന്ന് പറയാം. So, if kernel of A is equal to 0, then lambda is regular point. Okay, hence the proof. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിന് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ഒരു PDF ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കൊരു നോട്ട് പറയാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ദ ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ ഈസ് കാൾഡ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ദ ഐഗൺ വാല്യൂ ലാംഡ. കേർണൽ ഓഫ് എ മൈനസ് ലാംഡയുടെ ഡയമെൻഷനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ലാംഡ. മൾട്ടിപ്ലിസിറ്റി ഓഫ് ദ ഐഗൺ വാല്യൂ ലാംഡ അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് ഐഗൺ വാല്യൂ ഓഫ് ലാംഡ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് കേർണൽ എ മൈനസ് ലാംഡ ആയിരിക്കും. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. ഇഫ് ലാംഡ ഡസ് നോട്ട് ബിലോങ്സ് ടു എൻ പി ഓഫ് എ ബട്ട് ലാംഡ ബിലോങ്സ് ടു സിഗ്മ ഓഫ് എ ദെൻ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഈസ് നോട്ട് ഈക്വൽ ടു എക്സ്.
ഇവിടെ എൻ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പോയിന്റ് സ്പെക്ട്രം. ഇതെന്ന് പറയുന്നത് പോയിന്റ് സ്പെക്ട്രം ആയിരിക്കും. ഓക്കെ, ആൻഡ് എൻ ഓഫ് എ എന്ന് പറയുന്നത് സ്പെക്ട്രം. ഓക്കെ, അതായത് ലാംഡ എന്നത് ഒരു പോയിന്റ് സ്പെക്ട്രം അല്ല, എന്നാൽ അതൊരു സ്പെക്ട്രാണ്. അതായത് ലാംഡ സ്പെക്ട്രാണ്, എന്നാൽ അത് പോയിന്റ് സ്പെക്ട്രം അല്ല. ദെൻ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ നോട്ട് ഈക്വൽ ടു എക്സ് ആയിരിക്കും. അതായത് ലാംഡ ഒരു പോയിന്റ് സ്പെക്ട്രം അല്ലെങ്കിൽ എ മൈനസ് ലാംഡ ഐൻ്റെ ഇമേജ് എക്സ് ആവൂല. ഓക്കെ അല്ലേ? അപ്പം ഇതുവരെ പറഞ്ഞൊക്കെ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ പോയിന്റ്സ് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്